influencer in Kerala. First step, quit your job. Deputy manager ജോലിയാണ് quit ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത്. And then start the YouTube channel. And then start. അളിയാ, അയ്യോ, എന്തിനാടാ, അയ്യോ, എടാ പ്രൈവറ്റ് ബസ്സടാ, അളിയാ. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഫ്ലാഷ് ബാക്ക്. കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തിട്ട് തന്നെയാ വന്നേ. അല്ലാണ്ട് നമ്മള് മറ്റേ ഓസിന് ആരുടെയും പുഷി ഒന്നും കേറിയൊന്നും വന്നൊന്നുമല്ല. ചില പെൺകുട്ടികളെ പോലെ കണ്ടവരൊക്കെ സ്ട്രീമിൽ പോയിരുന്ന ഡാൻസും തുള്ളി പറിച്ചുണ്ടാക്കിയൊന്നുമല്ല ഇത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗൈസ് ഇതാണ് ലൈറ്റ്സ് ഗെയിമിങ്. നമ്മള് പബ്ജി കളിക്കുന്ന ലൈറ്റ്സ് ഗെയിമിങ്. കണ്ടാന്റെ അവിടെയൊക്കെ പോയി ഉണ്ടാക്കിയോളൊന്നല്ല ഞാൻ, മനസ്സിലായോ? അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. തൊപ്പി 10th മെമ്പറിന് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കൈവിലെല്ലാം കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഉള്ള ട്രോളന്മാരടുത്തും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പിള്ളേരടുത്തൊക്കെ എടാ എന്റെ ക്ലിപ്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടടാ, തൊപ്പിയുടെ അടുത്ത് ഇടടാ, എന്നെ അടുത്ത മെമ്പറായി എടുക്കട്ടെ, എന്റെ വീഡിയോസ് ഒക്കെ അവിടെ ഇടടാ, ഞാൻ തൊപ്പിയുടെ അടുത്ത് പോട്ടടാ. തൊപ്പിയുടെ എല്ലാം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇമ്മാതിരി കളി കളിച്ചത്. നിന്റെ ഈ കളിയൊന്നും എനിക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ അവന്റെ ലൈവിലേക്ക് ഗസ്റ്റ് ആയിട്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ാണ് ഞാൻ പോയത്. അല്ലാണ്ട് നീ കാണിക്കുന്നതൊക്കെ കടക്കി എന്നെ ഇരക്കേണ്ട ആവശ്യമൊന്നും ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയം നീ ചിന്തിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. അഭിമാനത്തോട് പറയും. ഇന്നത്തെ കാണുന്ന തൊപ്പിയുടെ അല്ല, ആ തൊപ്പിയുടെ ഫസ്റ്റ് ലൈവ് സ്ട്രീമില് ഏറ്റവും ആദ്യമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്ന ആള് ഞാൻ വീഡിയോ ആണത്. നീ അന്നേരം എന്ത് ചെയ്യുന്നത്? നീ മറ്റേ അണ്ണാ ഒരു ക്രെഡിറ്റ് കാർഡ് തരുമോ, ഒരു കാർഡ് എടുക്കോ, ഒരു അക്കൗണ്ട് തുറക്കുമോ എന്ന് നീ പറഞ്ഞ് നടക്കുന്ന ആ ടൈമിൽ ഗെയിംസ് കളിക്കാനും അതിന്ന് നല്ലപോലെ ഗെയിം പ്ലേ എല്ലാം കൊണ്ടുപോയി അതിന്ന് ആൾക്കാരെ ഫാനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗെയിമിന് സ്കില്ല് വേണം. അത് നിനക്കില്ലാത്ത സാധനം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറിപ്പോ. ഒറ്റയ്ക്ക് അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോകാൻ പറ്റുമെന്ന് നീ പറഞ്ഞിട്ട് നിനക്കത് ചെയ്യാം. വേറൊരാൾക്ക് ഒരാളുടെ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. കാലത്ത് തന്നെ ചമ്മലായി. തലയ്ക്കും നെഞ്ചിലും തുള വീഴുന്നതിലും ഭേദമല്ലേ